വേണം. പഠിക്കണം എന്ന് വെച്ചാൽ പഠിക്കണം, ഹരിക്കാനല്ല. ഹരിക്കാനുള്ള ഷോർട്ട് കട്ട് കൂടി പഠിക്കണം. അങ്ങനെ വരുമ്പോ പരീക്ഷ എളുപ്പമാവും. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ദാ നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നതിൽ 101 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദിച്ചാൽ അറിയാത്ത ആൾ ഹരിച്ചോണ്ടിരിക്കും. അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ദേ, നമുക്കൊരു സംഖ്യ തരുമ്പോൾ XY 5X എന്ന രൂപത്തിലാണെങ്കിൽ അത് എപ്പോഴും 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി ആ സംഖ്യ XY എന്ന രൂപത്തിലാണെങ്കിലോ അതിനെ എപ്പോഴും 101 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും. ഇനി അത് XYZ എന്ന രൂപത്തിലാണെങ്കിൽ ആ സംഖ്യയെ എപ്പോഴും 1001 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇവിടെ ഒരു കാര്യം കൂടെ നോക്കുക. ഈ 101 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണ്, അഭാജ്യ സംഖ്യയാണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്? 101 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ സംഖ്യ എങ്ങനെയായിരിക്കണം? XY. അപ്പൊ ഏതാണ്? 78. ഇതായിരിക്കും ഉറപ്പായും 101 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണുമടച്ച് പറയാനുള്ള ഉത്തരം ദാ പിടിച്ചോ. ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ 1001 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്നത് ഏത് സംഖ്യ എന്ന് നിങ്ങൾ ഉത്തരം പറയുക. ഹരിച്ചു പറയാനല്ല കേട്ടോ. കമന്റ് ഇട്ടോ, കമന്റ്.